ഇന്ത്യയുടെ വിദേശ നയത്തിൽ മധ്യകിഴക്കൻ യൂറോപ്പിന് സുപ്രധാന പങ്കുണ്ട്. ഈ പ്രാധാന്യത്തിന് കൂടുതൽ കരുത്തേകുന്ന സുപ്രധാന നയതന്ത്ര നീക്കം നടത്തിയിരിക്കുകയാണ് ഇന്ത്യ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ജൂലൈ 19 മുതൽ 25 വരെ റിപ്പബ്ലിക് ഓഫ് മോൾഡോവ, റിപ്പബ്ലിക് ഓഫ് നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ 3 യൂറോപ്യൻ രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. എന്തൊക്കെയാണ് രാഷ്ട്രപതിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ലക്ഷ്യങ്ങൾ? വിശദമായി പരിശോധിക്കാം. ഞാൻ ഗ്രീഷ്മ. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, ടൂറിസം, വിദ്യാഭ്യാസം, ആരോഗ്യം, സാംസ്കാരിക വിനിമയം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് രാഷ്ട്രപതിയുടെ ത്രിരാഷ്ട്ര പര്യടനം. വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ സമഗ്രമായ നയതന്ത്ര ഇടപെടലുകൾക്ക് പുതിയ ദിശാബോധം നൽകുന്നതാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനും മധ്യകിഴക്കൻ യൂറോപ്യൻ മേഖലയിലെ രാജ്യങ്ങളുമായുള്ള രാഷ്ട്രീയ, സാമ്പത്തിക, സാങ്കേതിക സഹകരണം ആഴത്തിലാക്കുന്നതിനും ഈ സന്ദർശനം നിർണായക പങ്കുവഹിക്കും. റിപ്പബ്ലിക് ഓഫ് മോൾഡോവയിലേക്കും റിപ്പബ്ലിക് ഓഫ് നോർത്ത് മാസിഡോണിയയിലേക്കും ഒരു ഇന്ത്യൻ രാഷ്ട്രപതി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത്. അതുപോലെ 3 പതിറ്റാണ്ടിലേറെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയ സന്ദർശിക്കുന്നത്. ഇതിനു മുൻപ് 1994 ഇന്ത്യയുടെ രാഷ്ട്രപതി റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. ജൂലൈ 20 മോൾഡോവ പ്രസിഡന്റ് മായ സന്തോവിന്റെ ക്ഷണപ്രകാരമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു കിഷിനൌവിൽ എത്തുക. സന്ദർശനത്തിനിടെ പ്രസിഡന്റ് മായ സന്തോവുമായി രാഷ്ട്രപതി മുർമു കൂടിക്കാഴ്ച നടത്തുകയും ഉഭയകക്ഷി ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യും. മോൾഡോവ പ്രധാനമന്ത്രിയുമായും പാർലമെന്റ് പ്രസിഡന്റായ ഇഗോർ ഗ്രോസുവുമായും പ്രത്യേകം കൂടിക്കാഴ്ചകൾ ഉണ്ടാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സഹകരണം, സാമ്പത്തിക ബന്ധം, സുരക്ഷാ വിഷയങ്ങൾ, വിദ്യാഭ്യാസ സഹകരണം, നിക്ഷേപ സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. മോൾഡോവ ഇന്ത്യ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളുമായും രാഷ്ട്രപതി സംവദിക്കും. ഇന്ത്യ മോൾഡോവ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്നതിനൊപ്പം അവിടെയുള്ള ഇന്ത്യൻ സമൂഹവുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യും. രാഷ്ട്രപതിയുടെ ബഹുമാനാർത്ഥം മോൾഡോവ പ്രസിഡന്റ് ഔദ്യോഗിക വിരുന്നും ഒരുക്കും. 2025 ഏപ്രിലിൽ ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ മോൾഡോവ ശക്തമായി അപലപിക്കുകയും ഭീകരവാദത്തിന് എതിരായി ഇന്ത്യയുടെ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ നിലപാട് ഇന്ത്യ ഏറെ വിലമതിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. രാഷ്ട്രപതിക്കൊപ്പമുള്ള ഇന്ത്യൻ വ്യവസായ പ്രതിനിധി സംഘവും ഈ മേഖലകളിൽ പുതിയ നിക്ഷേപ സാധ്യതകൾ വിലയിരുത്തും. ജൂലൈ 21 മുതൽ 22 വരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയ സന്ദർശിക്കും. പ്രസിഡന്റ് ഗോർഡാന സിൽജനോവസ്ക ദസ്കോവയുടെ ക്ഷണപ്രകാരമുള്ള ഈ സന്ദർശനവും ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി ഈ രാജ്യം സന്ദർശിക്കുന്നത്. നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ജനാധിപത്യം, അന്താരാഷ്ട്ര സഹകരണം, സമാധാനം, വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യയുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കും. രാഷ്ട്രപതിയുടെ ബഹുമാനാർത്ഥം ഔദ്യോഗിക വിരുന്നും സംഘടിപ്പിക്കും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. കൃഷി, ഫാർമസ്യൂട്ടിക്കൽസ്, വിവരസാങ്കേതിക വിദ്യ, ശാസ്ത്ര ഗവേഷണം എന്നിവയിൽ സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റൊമാനിയ സന്ദർശനം 3 പതിറ്റാണ്ടിന് ശേഷമുള്ള ചരിത്ര നിമിഷം. ജൂലൈ 23 മുതൽ 25 വരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു റൊമാനിയ സന്ദർശിക്കും. പ്രസിഡന്റ് നിക്കോസർ ഡാന്റിന്റെ ക്ഷണപ്രകാരമുള്ള ഈ സന്ദർശനം 1994 ശേഷം ഒരു ഇന്ത്യൻ രാഷ്ട്രപതി നടത്തുന്ന ആദ്യ ഔദ്യോഗിക റൊമാനിയ സന്ദർശനമാണ്. റൊമാനിയൻ പ്രസിഡന്റുമായി നേരിട്ടും പ്രതിനിധി തലത്തിലും ചർച്ചകൾ നടത്തും. ഇന്ത്യൻ റൊമാനിയ ബിസിനസ് ഫോറത്തെ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഇന്ത്യൻ നിക്ഷേപ സാധ്യതകൾ, സാങ്കേതിക സഹകരണം, വ്യവസായ പങ്കാളിത്തം, പ്രതിരോധ വ്യവസായം, ഹരിത ഊർജം, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ കൂടുതൽ സഹകരണം ആഹ്വാനം ചെയ്യും. റൊമാനിയയിലെ ഇന്ത്യൻ സമൂഹവുമായും അവർ സംവദിക്കും. യൂറോപ്യൻ യൂണിയനിലെ ഇന്ത്യയുടെ പ്രധാന പങ്കാളികളിൽ ഒന്നാണ് റൊമാനിയ എന്ന് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായാൽ ഇന്ത്യ റൊമാനിയ സാമ്പത്തിക ബന്ധം കൂടുതൽ വിപുലമാകുമെന്ന പ്രതീക്ഷയും മന്ത്രാലയം പങ്കുവച്ചു.